ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ്. അപ്പം സൺഡേ ലഞ്ചിന് സ്പെഷ്യലായിട്ട് ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് നാളായി പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട്. അപ്പം പൊതിച്ചോറ് ആയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, ഒത്തിരി മീൻസ് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴക്കൂമ്പാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വാഴക്കൂമ്പ് എളുപ്പം ഇത് ചെയ്യേണ്ട, അതായത് കട്ട് ചെയ്യേണ്ട, ചോപ്പ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഞാനിങ്ങനെ കട്ട് ചെയ്ത് അതിനകത്തെ ആ ഒരു വെള്ള സംഗതി എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ഈ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വെക്കും. അപ്പം ഞാൻ ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വാഴക്കൂമ്പ് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും കറ കയ്യിൽ പിടിക്കത്തില്ലായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. അതുകൊണ്ട് കയ്യിലും നഖത്തിലൊക്കെ അതിൻ്റെ കറ നന്നായിട്ടായിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഈ വാഴക്കൂമ്പ് അരിഞ്ഞത് വെളിച്ചെണ്ണ പുരട്ടി മാറ്റി വെച്ചു. പിന്നെ മെഴുക്കുവരട്ടിയായിട്ട് ഉരുളൻകിഴങ്ങാണ് ഇരിക്കുന്നത്. അപ്പം ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് അതും റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് മുട്ട പൊരിച്ചത് ഒന്നും എടുക്കുന്നില്ല. കാരണം ഞങ്ങൾ രാവിലെ മുട്ട ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചതുകൊണ്ട് മുട്ടയൊന്നും പൊരിക്കുന്നില്ല. മീൻ വറക്കാനിരിപ്പുണ്ട്. ആ മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ്. അതായത് നമ്മൾ എണ്ണ ഉപയോഗിക്കാത്ത ഒരു ഫിഷ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു സീറോ ഓയിൽ ഫിഷ് ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വാഴക്കൂമ്പ് തോരൻ ഞാൻ തേങ്ങയും വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചതും കൂടെ ചേർത്ത് പുരട്ടി അങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി അതങ്ങ് കടുക് വറുത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് രണ്ടും പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടിയും കൂടെ നമുക്ക് ഒരുമിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പം കടുകും കറിവേപ്പില മുളകും ഒക്കെ ഇട്ട് കടുക് വറുത്തതിന് ശേഷം നമ്മൾ വാഴക്കൂമ്പ് തോരൻ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനകത്ത് ചേർത്തു. അത് ഞാനൊന്നും പ്രത്യേകിച്ച് അതൊന്നും വിശദമായിട്ട് പറയാത്തതിൻ്റെ കാര്യം ഇത് ഞാൻ ഒത്തിരി വീഡിയോയിലും ഷോർട്സിലും ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്, വാഴക്കൂമ്പ് തോരനുമൊക്കെ. അപ്പോൾ അത് അടച്ചു വെച്ചു. പിന്നെ മെഴുക്കുവരട്ടി, നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് അതിങ്ങനെ മെഴുക്കുവരട്ടി ആക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. വളരെ എളുപ്പമല്ലേ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. അപ്പം ഇനി ഇതങ്ങ് അടച്ച് വെച്ച് അങ്ങ് വേവിച്ചെടുത്താൽ മതി. അപ്പം അതും അവിടെ റെഡി ആയിക്കോളും. ഇനിയും കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ആ ഒരു സീറോ ഓയിൽ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് ഈ തേങ്ങാപ്പാൽ എടുത്ത് വെക്കുന്നത്. അപ്പം ഇത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ മതി. ഇപ്പം ഇത് ഞാൻ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ ഒരു അരമുക്കാൽ കപ്പ് തേങ്ങ ഒരു 2 തവണ അടിച്ച് മിക്സിക്കകത്തിട്ട് അടിച്ച പാലാണത്. അപ്പോൾ അതെടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചെറിയുള്ളി, ഈ വക കാര്യങ്ങളൊക്കെ സാധാരണ ഫിഷ് ഫ്രൈയുടെ മസാലയൊക്കെ തന്നെയാണ്, പ്രത്യേകതയൊന്നുമില്ല. അതെല്ലാം കൂടെ പുരട്ടി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് മോദയാണ് മീൻ. അപ്പം ഇത് നന്നായിട്ട് പുരട്ടി അങ്ങ് അടച്ച് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് അങ്ങ് വെക്കണം. വെച്ചതിന് ശേഷമാണ് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ തോരനും മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഒരു ഫ്രൈങ് പാനിലേക്ക്, നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാനാണ് നല്ലത്, അതിലേക്ക് ഫിഷ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതിൻ്റെ ക്രീം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തങ്ങി വരും. ആ ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ. ഏകദേശം ഒരു 10 ദിവസത്തിന് ശേഷമാണ് ഇന്ന് നോൺ വെജ് എന്തെങ്കിലും കൂട്ടാൻ പോകുന്നത്. മുട്ട കഴിക്കുമായിരുന്നു. ഇന്നലെയും ആക്ച്വലി ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമായിരുന്നു. അതുകൊണ്ട് അതും ഞങ്ങൾ വെജാണ് വാങ്ങിച്ചത്. ഇന്നാണ് കുറേ ദിവസത്തോടുകൂടി മീൻ വാങ്ങിച്ച് ഒരു നോ ഓയിൽ ഫിഷ് ഫ്രൈ, ചുമ്മാ ഒരു രസത്തിന് തേങ്ങാപ്പാലിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുവാണെന്ന് തോന്നുന്നു. പണ്ടെപ്പോഴോ ചെയ്ത പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. ചിക്കനാണോ മീനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫിഷ് അല്ലെന്ന് തോന്നുന്നു, ചിക്കനാന്ന് തോന്നുന്നു. അപ്പം ഇത് നമുക്ക് ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പം അതിനെല്ലാം വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ ഒന്നും ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് ഒന്നും വരാത്തതിൻ്റെ കാര്യം എനിക്ക് പെട്ടെന്ന് ഇതൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണമായിരുന്നു. കാരണം പൊതിച്ചോറാകുമ്പോഴത്തേനും കുറച്ച് നേരം ഇലയിൽ പൊതിഞ്ഞിരിക്കണം. അപ്പം നേരത്തെ ഫുഡൊക്കെ ആക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം വേഗം തീർക്കായിരുന്നു. ഇനി നമുക്ക് ഒരു ചമ്മന്തിയും കൂടെ അരച്ച്, ഈ ഫിഷ് റെഡിയാകുന്ന സമയം കൊണ്ട് ചമ്മന്തിയും കൂടെ അരച്ച് നമുക്ക് വേഗം തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇന്ന് അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. ഉച്ചകഴിഞ്ഞ് എവിടെയെങ്കിലും പോവുമായിരിക്കും. ഇന്നലെ ഞങ്ങൾ ഒരു എടുത്ത് പോയത്, നിങ്ങൾ വീഡിയോ ഞാൻ അതിൻ്റെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അത് ഞങ്ങൾ പോയി വൈകുന്നേരത്തെ കാര്യമൊന്നും എനിക്ക് ആക്ച്വലി നല്ലതായിട്ട് എടുക്കാൻ പറ്റിയില്ല. മീൻസ് തിരിച്ചു വരുന്ന വഴി ഭയങ്കര ബ്ലോക്കൊക്കെ ആയിട്ട് ഞാൻ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ വന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിപ്പോയി. പിന്നെ ഞാനൊന്നും എടുത്തില്ല. വിചാരിച്ചു ഇന്നൊരു അപ്പം വിചാരിച്ചു എന്നല്ല, മിക്കവാറും ഞാനിപ്പോൾ സാറ്റർഡേ സൺഡേ വ്ലോഗ് ചെയ്യും. ഞാൻ ഇട ദിവസം ഒന്നും ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. വല്ല മറ്റേ ഹെയർ കെയർ വീഡിയോസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് എടുക്കാൻ തോന്നുമ്പോഴേ ഞാൻ ചെയ്യാറുള്ളൂ. മിക്കവാറും ഇപ്പോൾ സാറ്റർഡേ സൺഡേ ആണ് വ്ലോഗ് ചെയ്യുന്നത്. കൂടുതൽ സമയം എപ്പോഴാണ് കിട്ടുന്നത്. ബാക്കിയുള്ള ദിവസമൊക്കെ ശ്രീഹരിക്ക് ഓഫീസിൽ പോകലും പിന്നെ വൈകുന്നേരം ഒന്നും പുറത്ത് പോകുന്നൊന്നുമില്ല. പിന്നെ ഫുള്ളി കുക്കിംഗ് തന്നെ ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ അതായിരിക്കും മിക്കവാറും. അല്ല നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല വീക്ക് ഡേയ്സിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ സാറ്റർഡേ സൺഡേ മാത്രമാക്കി വീഡിയോ എടുപ്പും കാര്യങ്ങളും ഒക്കെ. ബാക്കിയുള്ള ദിവസം എഡിറ്റിങ്ങും ഷോർട്സ് ഷൂട്ട് ചെയ്യലും ഒക്കെ ആക്കി അങ്ങ് നിർത്തി. പിന്നെന്താണ്, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇന്നലെയൊക്കെ ആയിട്ട് അത്യാവശ്യം സണ്ണി ആയിട്ടുള്ള ഡേയ്സാണ്. ഭയങ്കര തണുപ്പായിരുന്നു കഴിഞ്ഞ ആഴ്ച. തണുപ്പുണ്ട്, രാത്രിയിലൊക്കെ നല്ല തണുപ്പാണ്. വെളുപ്പാങ്കാലത്തുമൊക്കെ നല്ല തണുപ്പും നല്ല മഞ്ഞുമാണ്. കഴിഞ്ഞ ഒരു വീക്ക് ഒരു ചൊവ്വ ബുധൻ വ്യാഴം വെള്ളിയൊക്കെ ഭയങ്കര തണുപ്പും മഴച്ചാറ്റലും ഒക്കെ ആയിരുന്നു. കൊള്ളാം. പക്ഷെ തണുപ്പ് കൂടുമ്പം തുണി ഉണങ്ങത്തില്ല. അതാണ് മെയിൻ കാര്യം. തുണി ഉണങ്ങത്തില്ല, പാത്രം കഴുകി വെച്ചാൽ ഉണങ്ങത്തില്ല. അങ്ങനത്തെ ചില ഗുലുമാലുകളൊക്കെ വരുമ്പം ഒരു ദേഷ്യം ഇത് തോന്നും. അത്രേ ഉള്ളൂ. പിന്നെന്താണ്, അപ്പം ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണണം. എന്നിട്ട് വൈകുന്നേരം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ട്. മടി പിടിച്ചില്ലെങ്കിൽ പോവും. അല്ലാതെ വലിയൊരു എന്തെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും വലിയ വേറെ കാര്യത്തിനൊന്നും പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. മീൻസ് എന്തെങ്കിലും കാണാനോ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് പോകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ ചെയ്യണം. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ബാക്കി ഇനിയും ഫിഷ് ഒന്നായി കിട്ടണം. പിന്നെ നമ്മുടെ ചമ്മന്തി അരയ്ക്കണം. അപ്പം നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഒരു സൈഡ് ആയി കഴിയുമ്പോഴത്തേനും ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും ഇത് തുറന്ന് വെച്ച് നന്നായിട്ട് വറ്റിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, ചെറിയുള്ളിയും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പുളിയും കൂടെ ഞാൻ ചേർത്താണ് അരയ്ക്കുന്നത്. അതും ഞാൻ അധികം കാണിക്കുന്നില്ല, കാരണം അത് ഓൾറെഡി മിക്കവാറും കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാകും. നല്ല ഫിഷ് ഫ്രൈ ആയിട്ടിരിക്കും. ഇനി ഞാൻ പൊതിച്ചോറ് കെട്ടുകയാണ്. അപ്പം തോരനും മെഴുക്കുവരട്ടിയും നമ്മുടെ ഫിഷ് ഫ്രൈയും പിന്നെ ചമ്മന്തി, അത്രയേ ഉള്ളൂ. വേറെ ഞങ്ങൾ പറഞ്ഞില്ല, മുട്ട ഓൾറെഡി കഴിച്ചത് കൊണ്ട് ഞാൻ ഉച്ചയ്ക്കും കൂടെ മുട്ട എടുത്തില്ല. പിന്നെ അച്ചാറൊന്നും അങ്ങനെ വലിയ പ്രിയമുള്ളവരല്ല ഞങ്ങളതൊക്കെ. വല്ലപ്പോഴും പ്രിയമുള്ളവരാണ്, വല്ലപ്പോഴും കഴിക്കുന്നവരാണ്. അതുകൊണ്ട് ഇപ്പം അച്ചാറൊന്നും അങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കെട്ടി ഒരു അലൂമിനിയം ഫോയിലിൽ, കാരണം ന്യൂസ് പേപ്പർ ഇല്ലാത്തത് കൊണ്ട് അലൂമിനിയം ഫോയിലിൽ വെച്ച് മടക്കി അങ്ങ് വെച്ചാൽ മതി. നമ്മുടെ പൊതിച്ചോറ് റെഡിയാവും. പിന്നെ എൻ്റെ ഇലയൊക്കെ ആക്ച്വലി വീതി കുറവായിരുന്നു. നമ്മൾ ക്യാമറ കാണുമ്പോൾ വീതി ഉള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷെ തീരെ വീതി കുറഞ്ഞ ഇലയായിരുന്നു. അപ്പോൾ ശ്രീഹരിയുടെ പൊതി കെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ഇല വെക്കേണ്ടി വന്നു. അപ്പം ചോറും മെഴുക്കുവരട്ടിയും ഇതുപോലെ തന്നെ തോരനും ചമ്മന്തിയും മീൻ വറുത്തതും ഇത്രയായിരുന്നു.
അപ്പം അത് ഞാൻ കെട്ടി മാറ്റി വെച്ചു. ഇനി ഇത് ഏകദേശം കുറച്ച് നേരം ഒരു 1-1.5-2 മണിക്കൂർ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ ആ ഇലയുടെയൊക്കെ ആ ഒരു ഇതൊക്കെ ഇറങ്ങി നല്ലൊരു ഇതിൽ വരത്തുള്ളൂ. അപ്പം എപ്പോഴും പൊതിച്ചോറുണ്ടാക്കുമ്പോൾ നേരത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പൊതിച്ചോറുണ്ടാക്കി കഴിക്കാൻ വെക്കുമ്പോഴത്തേനും നേരത്തെ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഞാൻ ഇലയൊക്കെ വാട്ടിയതാട്ടോ, ഞാൻ അതൊന്നും കാണിച്ചില്ല. ഞാൻ പൊതിച്ചോറിൻ്റെ അതല്ലാതെ 1-2 വീഡിയോ ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതുപോലെ ഇല വാട്ടി എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയതായിട്ടൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ കഴിക്കാറായപ്പോഴത്തേനും അതെല്ലാം തുറന്ന് നല്ല സെറ്റായിട്ടിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ തോന്നുമ്പം ഇതിങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമായി ഇപ്പം. ആക്ച്വലി അത് കഴിഞ്ഞൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോകുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലേക്കാണ് ആക്ച്വലി പോകുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പം ആദ്യം ഒന്ന് മെഡ്പ്ലസിൽ കയറി കുറച്ച് മരുന്നൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു. അപ്പോൾ സ്റ്റുഡിയോയിൽ ഇപ്പം വിൻ്റർ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പം അത് 1-2 എണ്ണമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ എനിക്ക് പറ്റിയ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പക്ഷേ ശ്രീഹരിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ശ്രീഹരിക്ക് ഓഫീസിലിടാൻ പറ്റുന്ന ടൈപ്പ് സ്വെറ്റ് ഷർട്ട്സ് ഒന്നും അധികമില്ലായിരുന്നു. എല്ലാം ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളതും ഇങ്ങനെ ഒരു ഭയങ്കര പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അപ്പം അത് വേറെ മേടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗേൾസിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പല തരത്തിലുള്ളത് കുറേ ടൈപ്പുകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കുറേ നോക്കി. ഞാൻ 1-2 എണ്ണമൊക്കെ എടുത്തു. അപ്പം അവിടെ പിന്നെ സ്റ്റുഡിയോയിൽ ഇപ്പം സ്റ്റുഡിയോ ആണല്ലോ എല്ലായിടത്തും. പിന്നെ പക്ഷേ എനിക്ക് തുണി വലുതായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം എളുപ്പം ഞങ്ങൾക്ക് ഇതാണ് താനും. കാരണം ഇഷ്ടം പോലെ സ്റ്റുഡിയോ ഇവിടെ തൊട്ടടുത്തടുത്തടുത്ത് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോയി നമുക്കിപ്പം വാങ്ങിക്കാൻ പറ്റും. അത് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതാണ് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഞാൻ കുറേ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഗേൾസിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ചെന്നപ്പോഴത്തേനും ആണുങ്ങളുടെ ഇതിൽ വന്നപ്പോഴത്തേക്കിനും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുറേ കാര്യങ്ങൾ വലുതായിട്ടൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമുക്കിനിയും നമ്മുടെ പച്ചക്കറി വാങ്ങിക്കാൻ പോകണം. ഞായറാഴ്ചയല്ലേ, വെജിറ്റബിൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ KPNലേക്ക് വിട്ടു. ഈ ഒരു പൂക്കിന് വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസങ്ങളിലൊന്നും ഇറങ്ങത്തില്ല. അതുകൊണ്ടാണ് ആ ഒരൊറ്റ
ഒരൊറ്റ സ്ട്രെച്ചിന് അങ്ങ് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വലിയ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഇരുട്ടിയിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 6 മണി സമയമൊക്കെ ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഈ സമയം ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ഒത്തിരി നേരത്തെ ഇരുട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ KPN വന്ന് നമുക്ക് വേണ്ട എല്ലാം അവിടുന്ന് വാങ്ങിച്ചു. അവിടുന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ അന്നത്തെ ദിവസത്തെ ഒന്നും ഷൂട്ട് ചെയ്തും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. ഞാൻ പിന്നെ ആക്ച്വലി ഞാൻ ഇവിടം കൊണ്ട് ഈ വ്ലോഗ് അവസാനിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഈ പോകുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നടക്കാനിറങ്ങിയതാണ്. ഞങ്ങൾ സ്ഥിരം പോകുന്നിടത്തല്ല ഇറങ്ങിയത്. അത് ചുമ്മാ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് രജനഹള്ളി വരെ പോയതാണ്. പക്ഷേ ഈ ഒരു പോക്ക് ഞങ്ങൾക്ക് 2 പേർക്കും പനി പിടിപ്പിച്ചത് ഈ ഒരു പോക്കാണ്. കാരണം കഴിഞ്ഞ മൺഡേ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു രാവിലെ ആയിരുന്നു. അന്ന് എന്തായിരുന്നു 15 എങ്ങാണ്ടൊക്കെ ആയിരുന്നു ആ ഒരു രാവിലെ സമയത്ത്. ഭയങ്കര മഞ്ഞുള്ള ഒരു ദിവസമായിരുന്നു. അതൊന്നും ഞങ്ങൾ അറിയാതാണ്, ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷമാണ് ആക്ച്വലി ഇത്രയും തണുപ്പുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. അതും വണ്ടിയിലൊക്കെ, പ്രത്യേകിച്ച് വണ്ടിയിലിരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് ആ ഒരു ഇതറിയുന്നത്, കാറ്റടിക്കുമ്പോഴത്തേനും. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ എടുക്കണമെന്നേ വിചാരിച്ച കാര്യമല്ല. ഇങ്ങനെ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്നേ വിചാരിച്ചില്ല. ഞങ്ങൾ ചുമ്മാ ഈ ഒരു സമയത്ത് രജനഹള്ളി ആ ഒരു പാർക്കിൽ നടക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കുമെന്ന് വിചാരിച്ച് ചെന്നതാണ്. പക്ഷെ നല്ലതായിരുന്നു, നല്ല അസലായിട്ട് സൺറൈസൊക്കെ കാണാൻ പറ്റി. ആ സൺറൈസിൻ്റെ സമയമായപ്പോഴത്തേനും കുറേ പേര് വരികയും ചെയ്തു ഇതിൻ്റെ ഫോട്ടോ എടുക്കാനും ഒക്കെ. അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഒരു പോക്ക് ഞങ്ങൾക്ക് 2 പേരെയും പനി പിടിപ്പിച്ച ഒരു പോക്കായിരുന്നു. ഇത്രയും തണുപ്പുള്ള സമയത്ത് ഇറങ്ങിപ്പോയത്. ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം നടക്കുകയും ഇങ്ങനെ സൺറൈസ് കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും പണി കിട്ടിയൊരു പോക്കാണ്. കാരണം അന്നത്തെ ദിവസം ഭയങ്കര തണുപ്പായിരുന്നു. അന്നും പിറ്റേ ദിവസം ആ ഒരു വീക്കെന്ന് പറയുന്നത് ആ ഒരു വീക്കല്ല, ആ ഒരു തിങ്കൾ ചൊവ്വ നല്ല തണുപ്പുള്ള 2 ദിവസമായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ അത് ശരിക്കും ഞങ്ങൾ ചൊവ്വാഴ്ച ഞങ്ങൾ ആക്ച്വലി പോയി നടക്കാനൊക്കെ പോയി രാവിലെ ആ ഒരു തണുപ്പത്ത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നല്ല അസൽ പനിയായിപ്പോയി. അങ്ങനെ അതാണ് എൻ്റെ വോയിസ് ഒരുമാതിരി ഇരിക്കുന്നത്. പനിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പതുക്കെ തലയൊക്കെ പൊക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ സൺറൈസൊക്കെ കണ്ട് തിരിച്ചിങ്ങി പോകുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു, പനിയും പിടിപ്പിച്ച് തിരിച്ചിങ്ങി പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.